തനന താനന തന്നാനി കറുത്തൊരു പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ഇളമാതളിരിൻ ചുണ്ടാണ്, ഇമകൾ രണ്ടും വണ്ടാണ്, കുറുമ്പ് കാട്ടും വൺപാട് പറുക്കുമമ്പാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, ഓ പാട്ടുമൂളും മൈന പെണ്ണാണ്. ചക്കരമാവിലെ കൂടാണ്, കൂട്ടിനുള്ളിലെ കുയിലാണ്, കൂകും കുയിലമ്മേ കികിളി കൂട്ടാൻ ആരാണ്? തിത്തൈ താളം കൊട്ടാ തത്തൈ വരു താരാട്ടായി, എത്താമര കൊമ്പത്തെ മുത്തോലമേലൂഞ്ഞാലായി, കണ്ണാടി കണ്ണിൽ കിന്നാരം, മിന്നാര പൊന്നിൽ മിന്നാരം, കരിമ്പ് പോക്കും കാടാണ് കറുത്തവാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ചക്കരേ ഇവിടെ തന്നെയൊക്കെ കാണൂലല്ലേ? അമ്പലപ്രാവിൻ അഴകാണ്, ആലില തളിരിൻ ചേലാണ്, ചെമ്പകപ്പൂവിൻ നിറമാണ്, ചേമ്പിലെ തുമ്പിലെ മഴയാണ്, മുത്തേ നിന്നെ മുത്തം വെക്കാൻ ചിറ്റോളമായി ചൂടിക്കാൻ, മൂവന്തി പോൽ മാറ്റേറും മുക്കുത്തി ഞാൻ തീർപ്പിക്കാം, കണ്ണാടി കണ്ണിൽ ചിന്തൂരം, ചില്ലോലം ചീത്തൊരു പൂത്താലി, പളുങ്കു തോൽക്കും മാനാണ് എന്റെ പൊന്നുമോളാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, മൈന പെണ്ണാണ്. തേജസ് കിഡിലനായിരുന്നടാ. പാട്ടിന്റെ കാര്യമൊക്കെ ജഡ്ജസ് പറയും, പക്ഷെ ആ ഒരു ആക്ട് അടിപൊളിയായിരുന്നു. ചക്കരേ, എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സുഭാഷ്. ചേച്ചിയുടെ പേര് സുഭാഷ്. എടാ പരിചയപ്പെടുത്തതൊക്കെ ആരൊക്കെയാ? ഇതൊക്കെ എന്റെ നാട്ടിലത്തെ ആൾക്കാരാണ്, അച്ഛന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് സുഭാഷ്, ഞാൻ ഡ്രൈവറാണ് ബസ്സിൽ. എന്നിട്ടാണോ ഈ ഡാൻസ്? എന്റെ പേര് റിജു, ഞാൻ ഡ്രൈവറാണ്. ഞാൻ സുമേഷ്, അക്കൗണ്ടന്റ് ആണ്. എന്റെ പേര് ബൈജു, ഞാൻ ഫാർമസി ഓണറാണ്, മെഡിക്കൽ ഷോപ്പ്. എന്റെ പേര് ഉദയൻ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. സ്മൃതി. എല്ലായിടത്തും ഉണ്ട്.
എന്തായാലും താങ്ക് യു സോ Very മച്ച് good, very good. ഞങ്ങളുടെ തേജസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ കേട്ടാ. താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. തേജസ്, എന്തോ ഒരു ഉഗ്രൻ കള്ള് ഷാപ്പ്, സൂപ്പർ. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വന്നിരിക്കുന്നത് കള്ള് ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കുടിയന്മാരാ ഇവിടെ. എന്തായാലും തേജസെ കലക്കി. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു തേജസിന്റെ ഒരു ആക്ട്. ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല എന്റെ ഇടയില്? വാ സാറേ വാ, എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? നല്ല രസമുണ്ടായിരുന്നു അത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കോറസുകാരുടെ 3 കോറസുകാർ കലക്കി, സൂപ്പറായിരുന്നു. നല്ലൊരു പെർഫോമൻസ്. എനിക്കിതിൽ ആ ലാസ്റ്റിലെ മോളെ എന്നെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, മോളാണ്, പൊന്നു മോളാണ്. അവിടെ താളം ഒരു വല്ലാണ്ട് താളം അങ്ങ് ഇതായിപ്പോയി, ലാഗായിപ്പോയി. അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഓട്ടം, ഒരു മാരത്തോൺ ഓട്ടത്തിൻ്റെ ഒരു പ്രതീതി വരുന്നുണ്ടായിരുന്നു. ആവേശം കൂടിയിട്ട് സ്പീഡ് കൂടുന്നുണ്ട് ഇടയിൽ. എന്താ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അത് വേറെ ഡാൻസ് കളിച്ചുകൊണ്ട് പാടുമ്പോഴൊരു അതായിട്ടില്ല അല്ലേ, നമുക്കൊന്ന് ശരിയായി വരണം ഡാൻസ്. ഇതൊന്ന് കുറെ സമയം ചെയ്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇന്നലത്തെ രാത്രി ആ ടൈമിൽ പഠിച്ചതേ ഉള്ളൂ. പക്ഷെ എന്തായാലും രസമുണ്ടായിരുന്നു. എന്നാലും പാട്ടിനകത്തുള്ള താളം ഒന്ന് ശ്രദ്ധിച്ച് പാടാമായിരുന്നു. ചെറുതായിട്ടൊന്ന് സ്പീഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അല്ലാതെ ആക്ടിൻ്റെ ഇടയിലുള്ള പാളിച്ചകളൊക്കെ പിന്നെയും കുഴപ്പമില്ല, കാരണം ഇതൊരു പെർഫോമൻസ് ആണല്ലോ. മോൻ ശരിക്കും നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ശരിക്കും ആ സിനിമ കണ്ട പോലെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ. ആ ഭാര്യ വന്ന് ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് പൊളിച്ചു, സൂപ്പർ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. തേജസ്സേ, എന്തോ സാർ? നല്ല ഓളം ഉണ്ടായിരുന്നു. നീ എന്താ ചെയ്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പാട്ട് കൊള്ളായിരുന്നു. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പാട്ടുകളിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ലയം. നിങ്ങൾക്ക് ലയം റൗണ്ട് വേറെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളിൽ നമ്മൾ ലയം വിട്ട് പോകാനേ പാടില്ല. ഒരു ചക്ക അതിനകത്ത് നിൽക്കണം. ഇനി എന്ത് കാണിച്ചാലും. അത് മാത്രമല്ല, കണ്ണാണ്, കളറാണ് എന്നാ എനിക്ക് കേൾക്കുന്നത്. എന്താണത്? കരളാണ്. അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? കരളാണ് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുക. പിന്നെ ഈ ഒന്ന് തള്ളിയുണ്ട് ഒരു ഐറ്റം ഇല്ലേ പല്ലവി തന്നെ, തുണ്ട് പല്ലവി, കറുത്തൊരു അല്ലാതെ അങ്ങനെ എന്തോ ഒരു തള്ളി സാധനമില്ലേ, അതെന്താണത്? കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്. പിന്നെയും കളറാണെന്നാ പാടുന്നത്, കരളാണ്. അപ്പൊ ഈ തള്ളി പാടുന്നതൊക്കെ ആ കൃത്യം എന്താ പറയണ്ട, അതിനൊരു കൃത്യത വേണം. ആ ഏരിയ ഒക്കെ കുറച്ച് ചളുങ്ങിപ്പോയിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ഈ കണ്ണാടി കണ്ണിൽ കിന്നാരം, അവിടെ തൊട്ടുള്ളതെല്ലാം ഇങ്ങനെ എന്താ പറയണ്ട, ഒരു താളത്തിനകത്ത് ആ ഒരു ലയം കുറവായിരുന്നു. അത് നോക്കണം. എത്ര വെള്ളം പിടിച്ചാലും ലയം വിട്ടു പോകരുത് കേട്ടോ. അങ്ങനെ അതുപോലെ ഈ കറുത്ത വാവാണ്. അതെന്താണ് അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത? ഒന്ന് പാടാമോ കൃത്യമായിട്ട്? കരിമ്പ് പൂക്കും കാടാണ്, കറുത്ത വാവാണ്, കറുത്ത വാവാണ്. അതിനൊരു ക്ലാരിറ്റി. അവിടെ നമുക്ക് തേഞ്ഞു മാഞ്ഞു പോകുന്നു കറുത്ത വാവ്. പിന്നെ എൻ്റെ പൊന്നുമോളാണ്, എൻ്റെ പൊന്നു മോനെ, അത് ഏത് കാലപ്രമാണത്തിലാടാ പാടിയത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്ത് പറ്റി? അതൊരു ഭീകരമായിട്ടങ്ങ് പോയി. പെട്ടെന്ന് ഗോവിന്ദൊക്കെ കയറി വന്ന് വേറെ ലെവലില് താളം കൊണ്ടങ്ങ് പോയി. അതൊന്ന് പാടാമോ? പളുങ്ക തോൽക്കും മാനാണ്, എന്റെ പൊന്നുമോളാണ്. അതെന്താണത്? അത് കൃത്യമാവുന്നില്ല. കരിമ്പ് പൂക്കും മാനാണ്, എന്റെ പൊന്നുമോളാണ്. ലയം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. നമുക്ക് അത് എപ്പോഴും അത് ഉണ്ടാവണം, ആ ഒരു ഗ്രൂവിനകത്ത് ഉണ്ടാവണം ഈ അക്ഷരങ്ങൾ. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാകുമ്പോഴാണ് മൊത്തത്തിൽ ഔട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല രസമായിരുന്നു കള്ളുകുടിയന്മാരും. ആ പാറുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചേച്ചിയായിരുന്നല്ലേ, അവന് നമ്മുടെ കോറസും. ആ കള്ള് ഷാപ്പ് അത് കണ്ടിട്ട് എനിക്ക് അവിടെ ഒരാളെ മാത്രം അവിടെ സിങ്ക് അല്ലാതിരുന്നത് ആകെ യക്ഷാണ്. യക്ഷും കള്ള് ഷാപ്പായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഈ പാട്ടിന്റെ കാര്യം ഒന്ന് ലയം ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നടാ ചക്കര. തേജസ് കളറായിരുന്നു. താങ്ക് യു സർ. തേജസ്, എനിക്ക് ഓക്കെ ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളും പിന്നെ കമ്പാരിറ്റീവ്ലി ഇത് ഈ ബ്രെത്ത് കൺട്രോളും എല്ലാം ആവശ്യമുള്ള ഒരു പാട്ടാണിത്.
എനിക്ക് തോന്നിയത് തേജസ് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം തേജസിന്റെ പുറകിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. തേജസ് അതിൻ്റെ ഒന്നും ഒരു ഭാഗമല്ല എന്നൊരു തോന്നലുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ ചേച്ചി വരുന്നു, ഇപ്പം തേജസിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് എനിക്ക് തോന്നിയത് വന്നിട്ട് തുടക്കത്തിൽ അവിടെ ഇരിക്കുന്നവരോട് കുറച്ചൊന്ന് എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, പിന്നെ അതങ്ങ് കഴിഞ്ഞു. പിന്നെയൊക്കെ തേജസ് ഇങ്ങനെ അവരുടെ ആക്ടിവിറ്റീസിന് ബാക്കിംഗ് കൊടുക്കുന്ന ഒരു വോക്കലിസ്റ്റ് മാത്രമായി. അപ്പം അത് തേജസ് ഒന്ന് ശ്രദ്ധിക്കണം. വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് പൊന്നുമോളാണ് എനിക്കൊരു ലോക്കിൽ ഗ്രിഡിൽ വീഴാത്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ തേജസിൻ്റെ മാർക്കൊന്ന് ഓൾറെഡി ഈ ലിറിക് ഷീറ്റ് കണ്ട ഉടനെ തന്നെ ഞാൻ ഒരു 0.2 അങ്ങ് കട്ട് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ ഞാൻ അർജുൻ്റെ ഇതൊന്നും ഞാൻ കട്ട് ചെയ്തായിരുന്നു. കാരണം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ലിറിക്ക് തരുമ്പോൾ ഈ *2 അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് തരരുതെന്ന്. അത് തന്നു. ഞാൻ 0.2 ഞാൻ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞിട്ട് തന്നെ കുറയ്ക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു MG sir. തേക്കുട്ടാ, യെസ് സാർ. നല്ല രസമുണ്ടായിരുന്നു മോനെ. ടോട്ടൽ ആക്ടിവിറ്റീസ് പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും പെർഫോമൻസ് മതി. അതിനകത്ത് അടിച്ചു മാറ്റുന്നതും വന്ന് കള്ളു കൊടുത്തിട്ട് ഫ്രണ്ടിൻ്റെ പേര് സുഭാഷ് അല്ലേ, സുഭാഷിണി എന്നിടായിരുന്നു. അടിച്ചു മാറ്റുന്നതല്ലേ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് എല്ലാം നന്നായിരുന്നു. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ടൈറ്റ്നെസ് വേണം. കാരണം ഈ പാട്ട് ട്രാക്ക് പാടിയത് ഞാനാണ്. ഇത് ട്രിവാൻഡ്രത്ത് ESS ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു ഇതിൻ്റെ റെക്കോർഡിങ്. ആ സ്റ്റുഡിയോ വെച്ചിട്ട് ഈ പാട്ട് ഞാൻ ലാലിന് വേണ്ടി തന്നെ പാടിയതാണ്. മോഹൻലാലാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രാക്ക് പാടി, കാരണം അദ്ദേഹത്തിനൊന്ന് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊടുത്തിരുന്ന ആ ടൈറ്റ്നെസ് ഉണ്ടല്ലോ, ആ തബലേന്ന് വായിക്കോ. 1 2 3 4 കണ്ടോ? കറുകറ കറുത്തൊരു പെണ്ണാണ്, അങ്ങനെ പാടിക്കേ. കറുകറ കറുത്തൊരു അത് ലൂസാക്കാതെ. കറുകറ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, എല്ലാം അവിടെ തള്ളു വേണം. ആ വായിക്കോടെ. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്, ഇളമാ തളിരിൻ ചുണ്ടാണ്, ഇമകൾ രണ്ടും വണ്ടാണ്, കുറുമ്പ് കാട്ടും വൺപാണ്, പറക്കുമമ്പാണ്. അവിടെ മെലഡി കൊണ്ടുവരരുത്, മനസ്സിലായില്ലേ? അവിടെ ഒരു ജസ്റ്റ് റഫ് സിംഗിങ് മതി, എന്നാലാണ് ഈ പാട്ടിന്റെ ഒരു സുഖം. കാരണം കള്ള് ഷാപ്പി പാടുന്ന പാട്ടല്ലേ, അപ്പൊ അതിനകത്തൊരു ഗും വരണമെന്നുണ്ടെങ്കിൽ മോന്റെ വോയിസിൽ കൂടുതലും മെലഡിയാ കയറി വരുന്നത്. നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിരുന്നു, പാട്ടൊക്കെ നന്നായിരുന്നു. പിന്നെ ചെറിയൊരു വെള്ളി സമ്മാനിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. ലാസ്റ്റിൽ അങ്ങനെയാണ്, കാരണം അതൊരു എടുത്തിട്ട് ആ പാട്ട് എടുത്തിട്ട് അതങ്ങ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്തോട്ട്. ആ ലൈൻസ് എന്താണ് ലാസ്റ്റ് ലൈൻ? എന്റെ പൊന്നുമോളാണ് കറുകർ, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ചേച്ചി വന്ന് കാലിൽ വീണിട്ട് വല്ലതും പറ്റിയോ? ഇല്ലല്ലോ. എനിക്ക് തോന്നി തേക്കുട്ടൻ്റെ കാലൊടിഞ്ഞു പോവും എന്ന് എനിക്ക് ഉറപ്പായിട്ട് തോന്നി. കാരണം പിടിച്ചു തല്ലിയതും വന്ന് വീണതും ഞെട്ടിയതും ഒരുമിച്ചിരുന്നു. ആണോ? കാലിൽ വീണോ? ഇല്ലല്ലോ. കാലിൽ വീണു, നൊന്തില്ല. എന്തായാലും നല്ല രസമായിരുന്നു ടോട്ടലി എല്ലാവരും കൂടെ. ആൻഡ് ദ ഓർക്കസ്ട്ര ടീം ഓൾസോ നല്ല പഞ്ചായി അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. മാർക്സ് ചോദിക്കാം. ചേച്ചി. തേജസ്, യെസ് മാം. ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു. ശരത് സാർ. തേജസ്സേ, യെസ് സാർ. നീ താളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരുമോ എനിക്ക്? ഷുവർ. എന്നാ ഞാനും നിനക്ക് 9 മാർക്സ് തരുന്നു ചക്ര. താങ്ക് യു സാർ. ഷാനിക്ക. തേജസ് യെസ് സാർ. 8.8. താങ്ക് യു സാർ. 0.2 കൊണ്ട് കളഞ്ഞവൻ. MG സാർ. തേക്കുട്ടാ, യെസ് സാർ. ഒരു 2 തുടം. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 26.8. ഓക്കെ.